ഇന്നലെ ഞാൻ ടി ഫോർ താങ്ക്സ് ആയിരുന്നു. ഇന്നെന്താണ് നമ്മുടെ യു ആണ്. യു ഫോർ യൂണിറ്റി. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? ഐകമത്യം മഹാബലം. ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇതൊക്കെ എല്ലാവരും പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അല്ലാതെ അച്ഛൻ ഒരിടത്തോട്ട് അമ്മ ഒരിടത്തോട്ട് മക്കൾ വേറൊരു വിഷത്തോട്ട് അങ്ങനെയൊന്നും പോകാണ്ട് നമ്മുടെ കുടുംബം എല്ലാവരും കൂടി ഒരു യൂണിറ്റി ആയിട്ട് ഒരൈക്യം ഉണ്ടാകണം നമ്മുടെ കുടുംബത്തിൽ. ഇപ്പം ഞങ്ങളുടെയൊക്കെ പണ്ട് ഒത്തിരി ഐക്യം എന്ന് വെച്ചാൽ ഈ 8ഉം 9ഉം മക്കൾ, ഞങ്ങൾ 9 പേരായിരുന്നു. അപ്പം തന്നെ ഒന്ന് അറിയാമല്ലോ, ഞങ്ങൾ ആ മക്കളും അച്ഛനും അമ്മയൊക്കെ കൂടെ ഒരു വീട് ഇതുപോലെ ഓരോരുത്തർക്ക് ഓരോ മുറിയൊന്നും അല്ലെങ്കിലും ഒരു സാമാന്യം നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചത്. 9 പേരും. 9 പേരൊന്നും മാത്രമല്ല, പിന്നെ അവരുടെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ചെറുമക്കളെല്ലാം കൂടി കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ ഉള്ള ആ യൂണിറ്റി അതൊന്ന് ആര് പറഞ്ഞാൽ അയവിറക്കാനും പറ്റും അന്നത്തെ യൂണിറ്റി. ഇന്ന് എന്തെന്ന് വെച്ചാൽ യൂണിറ്റി ഇല്ല എന്നല്ല, ഇന്ന് എല്ലാവർക്കും വളരെ അംഗങ്ങൾ വളരെ കുറവാണ്. അണുകുടുംബമാണ്. അതും ഭാര്യ ഭർത്താവ് ഒരു കുഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടി പോലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഐക്യം കണ്ട് വളർന്നു കഴിഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ വളർന്ന് വലുതാവുമ്പോൾ തന്നെ ആ ഒരു ഐക്യം അവന് ഓഫീസിൽ പോയാലും സ്കൂളിൽ പോയാലും അത് എവിടെ പോയാലും ആ ഐക്യം കാത്തു സൂക്ഷിക്കും എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് തുടങ്ങണം. ഇപ്പം നമ്മളൊരു ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ചില സ്ഥലത്ത് പോയാൽ എന്തൊരു ഐക്യമാണെന്നറിയുമ്പോൾ അവരെല്ലാ കാര്യത്തിലും. അപ്പോൾ ആ ഒരു ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ യൂണിറ്റി എന്ന് പറയുന്ന എല്ലാ കുടുംബങ്ങളിലും അസ്വാരസ്യങ്ങളൊക്കെ കാണും, അവസരങ്ങൾ കാണും, എല്ലാം കാണും. അതൊക്കെ സ്വാഭാവികം. പക്ഷേ എല്ലാവരുമായിട്ടൊരു ഒത്തൊരുമയോടെ പോയാൽ ആ കുടുംബം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇന്ന് യു ഫോർ യൂണിറ്റി.